ക്ക് നന്ദി പറയാണ്. മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പ്രോത്സാഹനജനകമായ ഈ ശുശ്രൂഷകളെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. നമ്മൾക്കിന്ന് ഒരു നിമിഷം നമ്മൾക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളെ വിളിച്ചു ചേർത്തതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. ഇന്ന് അവിടുത്തെ വചനം ധ്യാനിക്കുവാനായിട്ട് ഞങ്ങളിവിടെ ഒന്നു ചേർന്നിരിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. അവിടുന്ന് ആഗ്രഹിക്കുന്ന അവിടുത്തെ വചനത്തിന് സന്ദേശം പങ്കുവയ്ക്കുവാനായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളോടൊപ്പം ആയിരുന്നു കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും ആത്മാവിൽ നിറയപ്പെട്ട് അവിടുത്തെ ജീവന്റെ വചനം കേൾക്കുവാൻ, അത് ധ്യാനിക്കുവാൻ, അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾക്ക് ധ്യാനിക്കുവാനുള്ള വചനം മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 41-ാമത്തെ വചനമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് യേശുവിന്റെ അപ്പസ്തോലന്മാരെ വിളിച്ച് അവരെ ഒരുക്കുന്നതാണ്. അതായത് തൻ്റെ പാടുപീടുകൾക്ക് മുമ്പായി അവിടുന്ന് ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്നതാണ്. അതിനുവേണ്ടി അവിടുന്ന് പറയുന്നുണ്ട്, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. നമ്മളിവിടെ ഇന്ന് ചിന്തിക്കുന്നത് ഗെത്സമനിയിലെ പ്രാർത്ഥന കൂട്ടായ്മയെ പറ്റിയാണ്. ഗെത്സമനിയിലെ പ്രാർത്ഥന കൂട്ടായ്മ. നമ്മൾ കൂട്ടായ്മയെ പറ്റി ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1-ാമത്തെ അധ്യായം 26-ൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ചത് തന്നെ കൂട്ടായ്മയിലേക്കാണ്. ദൈവം തൻ്റെ ഛായയിലും സദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു എന്നാണ് നമ്മളിവിടെ കാണുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 1:26. വീണ്ടും നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 2:18 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്നാണ് അവിടെ നമ്മൾ പറയുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഈശോ അപ്പസ്തോലന്മാരെ വിളിക്കുന്നതും കൂട്ടായ്മയിലേക്കാണ്. അതിനോടുകൂടി ആയിരിക്കുവാനും ഐക്യപ്പെടുവാനും അവിടുന്ന് അയക്കുന്നുണ്ട് ഈ രണ്ടുപേരായിട്ട്. അത് കൂട്ടായ്മയാണ്. ഇവിടെയും നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ ധ്യാനിക്കുവാനുള്ള ഗെത്സമനിയിലെ പ്രാർത്ഥന കൂട്ടായ്മയിലും കാണുന്നത്, അവിടുന്ന് അപ്പസ്തോല പ്രമുഖനായ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും പ്രത്യേകമായി വിളിച്ചു. എന്നിട്ടാണ് പ്രാർത്ഥനയിൽ നിങ്ങൾ ഒരു തൽപരായിരിക്കുവിൻ, പ്രാർത്ഥിക്കുവിൻ, ഒരുങ്ങുവിൻ എന്ന് പറഞ്ഞുകൊണ്ട്. അതെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പ്രാർത്ഥന കൂട്ടായ്മയെ പറ്റി ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ജീവിത പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? തനിച്ചുള്ളതായ ആ ചിന്താഗതികളൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളത്. തൻ്റെ കാര്യം മാത്രം, അങ്ങനെയുള്ള സ്വാർത്ഥപരമായ ചിന്താഗതികളൊക്കെ ഉള്ളതാണ്. വീണ്ടും നമ്മളത് വായിക്കുന്നത് നമ്മൾക്കറിയാവുന്നതുപോലെ യാക്കോബിന്റെ ലേഖനം 3:16 നമ്മൾ വായിക്കുന്നുണ്ട്, എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട് എന്നാണ്. സ്വാർത്ഥതയുള്ളിടത്ത് ക്രമക്കേടുണ്ട് നമ്മളവിടെ കാണുകയാണ്. അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും. നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കാണുന്നത്, അവരുടെ ശരീരം ബലഹീനമായിരുന്നു, ഒരുപക്ഷെ ആത്മാവ് തയ്യാറായിരുന്നു. അതുകൊണ്ടായിരുന്നിരിക്കണം അവർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ അവർക്ക് സാധിക്കാതെ പോയത്. അതുകൊണ്ട് തന്നെയാണ് ഈശോ ഓർമ്മപ്പെടുത്തുന്നത്, ശരീരം ദുർബലമാണ്, പക്ഷെ ആത്മാവ് സന്നദ്ധമാണ്, പക്ഷെ അതുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമെന്നാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമുള്ളതാണ്. നമ്മൾക്കറിയാം, നമ്മൾക്ക് വായു നമ്മൾക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോകും, വായു കിട്ടിയില്ലെങ്കിൽ എന്ന് പറയുന്നത് പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് വായു പോലെ തന്നെയാണ്. നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് പ്രാർത്ഥന കൂട്ടായ്മയാണ്. ഈശോവുമായുള്ള ബന്ധമാണത്. ഈശോവുമായുള്ള ബന്ധത്തിൽ നമ്മളായിരിക്കണം. ഈശോ പറയുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ലാണ് നമ്മൾ വായിക്കുന്നത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുമല്ല. ഈശോയോട് ചേർന്നിരിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ സഹോദരരോട് നമ്മൾക്കൊന്നായിരിക്കണം. നമ്മൾ വായിക്കുന്നുണ്ട്, ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും തോന്നുകയാണ്, നമ്മുടെ സഹോദരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അനുരഞ്ജനപ്പെട്ടിട്ട് വന്ന് ബലിയർപ്പിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം കാണിക്കുന്നത്
അനുരഞ്ജനം, ഒന്നാകല് നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ കൃപ ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾക്കറിയാം, അനുഗ്രഹം ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾക്കറിയാം. നമ്മളെ തന്നെ ശുദ്ധി ചെയ്തുവെങ്കിൽ, നമ്മുടെ ബന്ധങ്ങൾ ആഴപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ. അതെ, പ്രാർത്ഥന കൂട്ടായ്മ നമ്മളെ നയിക്കേണ്ടത്. ഗെത്സമേൻ പ്രാർത്ഥന കൂട്ടായ്മയെ പറ്റി നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ കുടുംബത്തിലെ പ്രാർത്ഥനകൾ നമ്മൾക്ക് നടക്കുന്നുണ്ടോ? ഓരോ ദിവസവും നമ്മൾ തീക്ഷ്ണതയോടുകൂടി തീർച്ചയായിട്ടും നമ്മൾ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. പക്ഷേ പ്രാർത്ഥനയോട് താല്പര്യമില്ലാത്തവർ, വിശുദ്ധ കൂദാശകളോട് താല്പര്യമില്ലാത്തവർ, അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ടെന്ന് നമ്മൾക്കറിയാം. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ സുവിശേഷത്തില് തളർവാദ രോഗിയെ മറ്റുള്ളവർ സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടുകൂടി കൊണ്ടുവന്നപ്പോൾ, അവരുടെ വിശ്വാസമെല്ലാം കണ്ടപ്പോൾ ഈശോ അവരെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. അവരുടെ വിശ്വാസം കണ്ട് ആ തളർവാദ രോഗിക്ക് സൗഖ്യം കൊടുത്തു എന്നുള്ളതാണ്. അവര് പരിശ്രമിച്ചു ഈശോയുടെ പക്കലേക്ക് കൊണ്ടുവരുവാനായിട്ട്. അതെ, പ്രാർത്ഥന കൂട്ടായ്മയെ പറ്റി, ഗെത്സമേനിലെ പ്രാർത്ഥന കൂട്ടായ്മയെ പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെയും പ്രാർത്ഥനകളെ ഓർക്കാം. നമ്മളും കൂട്ടായ്മയായിട്ടാണോ, നമ്മുടെ ആ ഐക്യമുണ്ടോ, സ്നേഹമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്കറിയാം, പല വിധത്തിലുള്ള സാഹചര്യങ്ങള് എല്ലാം നമ്മളെ അകറ്റുന്നതാണ്, നമ്മളെ എല്ലാം അകറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾക്കറിയാം, കൂട്ടായ്മയിൽ നിന്ന് അകറ്റുന്നതായ കാര്യങ്ങളാണ്, ചിന്താഗതികളുമൊക്കെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, സ്വാർത്ഥപരമായ കാര്യങ്ങൾ പല വിധത്തിലുള്ളത്. ഓരോരുത്തരും ചിന്തിക്കുന്നത് എനിക്കെന്ത് ലഭിക്കും, എനിക്കെന്ത് മേന്മ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെ ഓർക്കേണ്ടത് ആ സ്നേഹമാണ്. സ്നേഹത്തിന്റെ കൂട്ടായ്മയിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. ദൈവം നമ്മെ ആ സ്നേഹ കൂട്ടായ്മയിലേക്കാണ് വിളിച്ചതും നമ്മളെ സൃഷ്ടിച്ചതുമെല്ലാം. ആ കൂട്ടായ്മയിലായിരുന്നു കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ കൂട്ടായ്മയിലായിരിക്കുമ്പോഴാണ് നമ്മൾക്ക് ബലം ലഭിക്കുന്നത്. നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും എപ്പോഴും ആ പ്രാർത്ഥന കൂട്ടായ്മയിലായിരുന്നു കൊണ്ട്, അവിടെ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ട് നമ്മൾ ആ ചൈതന്യം മറ്റുള്ളവർക്ക് പങ്കുവെക്കുക. സ്നേഹക്കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ഈശോയെ നമ്മൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നു. ആ ഈശോ അനുഭവം നമ്മൾ പങ്കുവെച്ചുകൊണ്ട് അനേകരെ ഈശോയിലേക്ക് അനയിക്കുവാനായിട്ട് നമ്മളെപ്പോഴും തയ്യാറാകണം. ഹോളി ഹോം മിനിസ്ട്രി അത് തന്നെയാണ് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥന കൂട്ടായ്മയിലായിരുന്നു നമ്മളെ ബലപ്പെടുത്തുക, നമ്മളെ ശക്തിപ്പെടുക. നമ്മളൊരു പക്ഷേ മാനസികമായും ശാരീരികമായിട്ടും ഒക്കെ ചിലപ്പോൾ തളർന്നു പോയി എന്ന് വന്നേക്കാം. അപ്പോൾ നമ്മൾ കണ്ടെത്തുക, നമ്മുടെ സഹോദരർ തളർന്നു പോയിട്ടുണ്ട്, നമ്മളവരെ കൂട്ടിച്ചേർക്കണം, നമ്മളവരെ ബലപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരറിയാതെ തന്നെ നമ്മൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കും. തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയിലൂടെ നമ്മുടെ സഹോദരരെ, നമ്മളെ സ്നേഹിക്കാത്തവരൊക്കെ ആയിരിക്കാം, ഏതാണെങ്കിലും നമ്മൾ അങ്ങനെ ആ കൂട്ടായ്മയിലൂടെ നമ്മൾ അവരെയും ഈശോയോട് ചേർന്ന് വയ്ക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന് ഉയരുന്ന ശക്തി ദൈവികമായി നമ്മൾ മറ്റുള്ളവരെയും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അന്ത്യവിധിയിൽ നമ്മളോട് ചോദിക്കുന്നത്, ഞാൻ പരദേശിയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, രോഗിയായിരുന്നു, നിങ്ങൾ വന്ന് സന്ദർശിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ സ്വീകരിക്കപ്പെടുക, നമ്മുടെ സഹോദരൻ. അപ്പോൾ കൂട്ടായ്മയാണ് അവിടെയും കാണിക്കുന്നത്. നമ്മൾ കൂട്ടായ്മ, ഈശോ തന്നെ നമ്മളെ സ്പർശിക്കട്ടെ എന്ന് ചെയ്യും പ്രാർത്ഥിക്കുകയാണ്. കൂട്ടായ്മയിലായിരിക്കുവാനായിട്ട് ഗെത്സമേൻ നമ്മൾ കാണുന്നുണ്ട്. അവര് തളർന്നു പോയി, അവർക്ക് ഉണർന്നിരിക്കുവാൻ സാധിച്ചില്ല. ഈശോ വീണ്ടും ഒന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർന്നിരിക്കുവാൻ, നിങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ എന്ന് പറയുന്നുണ്ട്. നമ്മൾക്കറിയാം, പിശാച് എപ്പോഴും നമ്മുടെ പിറകെയാണ്, നമ്മളെപ്പോഴും കീഴ്പ്പെടുത്തുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടെന്ന് നമ്മൾക്കറിയാം. അപ്പോൾ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥനാബദ്ധമായ ജീവിതം നയിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഈശോയിൽ, വിശുദ്ധിയിൽ, വിശ്വാസത്തിലൊക്കെ ആഴപ്പെടുവാൻ സാധിക്കുന്നത്. നമ്മൾ പ്രാർത്ഥന ചൈതന്യമുള്ളവരാകുമ്പോൾ നമ്മുടെ മക്കളും അതുപോലെ തന്നെ കൊച്ചുമക്കളും അവർക്ക് വലിയ പ്രേരണയാകും. നമ്മുടെ ആ പ്രവർത്തനമാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ ഫലത്തിൽ നിന്നാണ് വൃക്ഷം അറിയുന്ന പറഞ്ഞ പോലെ മറ്റു ആളുകളും മക്കളും അവരെല്ലാവരും നമ്മളുമായി ബന്ധപ്പെടുന്നവരും എല്ലാം നമ്മൾ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വന്നുവെങ്കിൽ, നമ്മൾ കൂടുതൽ സ്നേഹമുള്ള വ്യക്തിയായി മാറുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ ആത്മാവിന്റെ നിറവ് അനുഭവപ്പെടുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും അത് അനുഭവപ്പെടുകയാണ്. ഈ വ്യക്തി, ഈ കുടുംബം ആത്മാവിൽ നിറയപ്പെട്ടതാണ്. ആ വ്യക്തിയുടെ പെരുമാറ്റം നോക്കിയേ സ്നേഹമുള്ള ഒരു ജീവിതമാണ്, അതുപോലെ തന്നെ കരുണയുള്ള ഒരു ജീവിതമാണ്. അത് ഈശോയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഈശോയാണ് ആ ഒരു ചൈതന്യം നൽകുന്നത്. അതെ, നമ്മുടെയും ജീവിതം പ്രാർത്ഥന കൂട്ടായ്മയിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.
ഗത്സമനിയിലെ ആ പ്രാർത്ഥന കൂട്ടായ്മയെ പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെയും ജീവിതത്തെ പറ്റി ചിന്തിക്കുവാനുള്ള ഒരു അവസരമാണ്, നമ്മുടെയും ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള ഒരു അവസരമാണ്. ഈശോയെ, അതിനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടെത്തുവാനായിട്ട്, പോരായ്മകളെ കണ്ടെത്തി തിരുത്തിക്കൊണ്ട് കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള ഒരു പരിശ്രമം നമുക്ക് നടത്താം. നമ്മൾ കൂട്ടായ്മയിലാണ്. ധൂർത്തപുത്രൻ ബോധം വന്നപ്പോൾ കൂട്ടായ്മയെ പറ്റി ഓർത്തു, പിതാവിനെ പറ്റി ഓർത്തു, അവിടെയുള്ള വേലക്കാരെ പറ്റി ഓർത്തു. നമ്മൾക്കറിയാം, നമ്മുടെയും ഈ പ്രാർത്ഥന ചൈതന്യം, നമ്മുടെ പ്രാർത്ഥന ഒന്നിച്ചു ചേർന്നുള്ള ഈ പ്രാർത്ഥന നമ്മളെ കൂട്ടായ്മയിലേക്ക് നയിക്കട്ടെ എന്ന് പറ്റിയും പ്രാർത്ഥിക്കുന്നു. ചൈതന്യത്തിലേക്ക് നമ്മളെ നയിക്കട്ടെ എന്ന് പറ്റിയും പ്രാർത്ഥിക്കുന്നു. നമ്മൾ വീണു പോകാതെ ഉണർന്നിരിക്കുവാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ ഹോളി ഹോം മിനിസ്ട്രി അതിനുവേണ്ടി ഒരുക്കുന്ന തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്നതാണ്. എല്ലാവരെയും ഉണർത്തുവാനായിട്ട്, നമ്മൾ കൂട്ടായ്മയിലാണ് നമ്മളെ ബോധിപ്പിക്കുവാനായിട്ട്, നമ്മളെ അവബോധപ്പെടുത്തുവാനായിട്ട് ചെയ്യുന്ന ശുശ്രൂഷകൾ തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്നതാണ്. നമ്മൾ ഒന്നു ചേർന്നാണ് നമ്മൾ ഈ കൂട്ടായ്മയിലാണ് നമ്മൾ ഈ കൂട്ടായ്മയിലൂടെ നമ്മൾക്ക് ഈശോയിൽ ഒന്നായി മുന്നോട്ട് പോകുവാം. തളർന്നവരെ നമ്മൾക്ക് കാണാം, അവരെ നമ്മൾക്ക് ചേർത്ത് പിടിക്കാം. അവർക്ക് വേണ്ടി നമ്മുടെ സമയവും നമ്മുടെ കഴിവുകളും ഒക്കെ ആ കൂട്ടായ്മയെ വളർത്തുവാനായിട്ട് നമ്മൾക്ക് പരിശ്രമിക്കാം. പല വിധത്തിലുള്ള അഡിക്ഷനിലൊക്കെ പെട്ടിട്ടുള്ളവരുണ്ടെന്നറിയാം. അവർക്ക് കൂട്ടായ്മയൊന്നും താല്പര്യമില്ലാത്തവരാണ്, അവരെ സ്വാർത്ഥപരമായിട്ടുള്ളവരാണ്. പക്ഷെ നമ്മൾ അവരെ ചേർത്ത് പിടിക്കുമ്പോൾ, നമ്മൾ അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതം കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരും. വിശുദ്ധ മോനിക്ക പുണ്യവതി അതാണല്ലോ ചെയ്തത്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ആ കൂട്ടായ്മയിലേക്ക് ആക്കുവാനായിട്ട് പരിശ്രമിച്ചപ്പോൾ വലിയൊരു വിശുദ്ധ അഗസ്തീനോസിന് നമുക്ക് ലഭിച്ചു എന്ന് നമുക്കറിയാം. നമ്മുടെയും ജീവിതം കൂട്ടായ്മയിലാകുവാനായിട്ട് പരിശ്രമിക്കാം. എപ്പോഴും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായി മാറാം. ഈശോ തന്നെ, ആത്മാവ് തന്നെ നമ്മളെ അതിനെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം ഹോളി ഹോം മിനിസ്ട്രിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ആശീർവാദം കൂടി തരണേ ഞങ്ങൾക്ക്. കർത്താവായ ഈശോയെ, അവിടെ നമ്മളെല്ലാവരെയും വിളിച്ചു ചേർത്തതിനെ ഓർത്ത് പ്രത്യേകമായി നന്ദി പറയുകയാണ്. പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ നമ്മൾക്ക് വരാൻ സാധ്യമല്ല എന്നാണ് വചനം നമ്മെ പറയുന്നത്. കർത്താവായ ഈശോ, ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നവര്, വരാൻ സാധിക്കാതെ പോയിട്ടുള്ളവരുണ്ട്, അവരെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കൂട്ടായ്മയിൽ ജീവിക്കുവാനായിട്ട്, ഞങ്ങളൊന്നും ഒറ്റയ്ക്കുള്ളവരല്ല, കൂട്ടായ്മയിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. കുടുംബം എന്നുള്ളതും കൂട്ടായ്മയാണ്, സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ്. സ്നേഹമുള്ളിടത്ത്, ആദരവുള്ളിടത്താണ് ഈശോയുടെ സാന്നിധ്യം അനുഭവപ്പെടുവാൻ സാധിക്കുന്നത്. അങ്ങനെ കൂട്ടായ്മയിൽ വളരുവാൻ, കൂട്ടായ്മയിൽ മുന്നോട്ട് പോകുവാൻ, കൂട്ടായ്മയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് അനുഗ്രഹിക്കണമേ. കൂട്ടായ്മയിലൂടെ ഈശോയ്ക്ക് സാക്ഷികളായി മാറുവാൻ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവ് ഒരു അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആ വചനത്തിന്റെയൊക്കെ അഭിഷേകം നമ്മളിലേക്ക് നിറയട്ടെ എന്ന് പറ്റിയും പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കട്ടെ, വിശുദ്ധ ദേവസ്വ പിതാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാരിയുടെ സഹവാസം, പരിശുദ്ധ അമ്മയുടെ ദേവസ്വപിതാവിന്റെ എല്ലാ മധ്യസ്ഥം സാന്നിധ്യം എല്ലാം നമ്മൾക്ക് ലഭിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.